കിലോമീറ്ററുകളോളം കാൽനടയായി നടന്ന് വീട് വീടാന്തരം നോട്ടീസുകൾ വിതരണം ചെയ്ത് വോട്ട് അഭ്യർത്ഥിച്ചതിന്റെ ഓർമ്മകളാണ് മുൻമന്ത്രി പി.കെ. ഗുരുദാസിന് പങ്കുവയ്ക്കാനുള്ളത്. വി.എസ്. സർക്കാരിന്റെ കാലത്ത് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത് 5 വർഷക്കാലം ഒറ്റ ആരോപണം പോലും നേരിടാതെ പടിയിറങ്ങേണ്ടി വന്നതിൽ ഏറെ അഭിമാനിക്കുന്നുവെന്നും പി.കെ. ഗുരുദാസൻ പറയുന്നു. വി.എസ്. അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ കാലത്ത് എക്സൈസ് തൊഴിൽ മന്ത്രിയായിരുന്ന CRTU നേതാവ് കൂടിയായിരുന്ന ശ്രീ പി.കെ. ഗുരുദാസൻ 2024 ഒരു പ്രധാന തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുകയാണ്. ഇപ്പോൾ സാറിൻ്റെയൊക്കെ കാലത്ത് അന്നുണ്ടായിരുന്ന ഒരു നിയമസഭ തെരഞ്ഞെടുപ്പും പ്രചാരണവും ഒക്കെ എങ്ങനെയായിരുന്നു സാർ? അന്ന് ചെറുപ്പക്കാരെല്ലാം വീട് തോറും കയറി ഇറങ്ങി അമ്മമാരടുത്തും സഹോദരന്മാരടുത്തും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഇടതുപക്ഷത്ത് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച് അങ്ങനെ ഇടതുപക്ഷത്തെ പ്രധാന ശക്തിയായിട്ട് കേരളത്തെ തിരുവച്ചേരി ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരുപാട് നടന്ന് ആണ് യോഗങ്ങൾക്കൊക്കെ പോണത്. ചാത്തൻ്റെ ഒരു യോഗം ഉണ്ടെങ്കിൽ പലവരും നിങ്ങൾ നടന്നു പോകും, പാരിപ്പള്ളി യോഗം ഉണ്ടെങ്കിൽ പലവരും നടന്നു പോകും, കൊല്ലത്തെ യോഗത്തിനും ചിലപ്പോൾ നടന്നു പോകും. അപ്പോൾ ഒരുപാട് കിലോമീറ്റർ താണ്ടി ആ യോഗങ്ങളിലെല്ലാം പങ്കെടുത്ത് അങ്ങനെയാണ് പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. 2006 കൊല്ലത്ത് RSP ഇങ്ങനെ തോറ്റ് നിൽക്കുകയാണ്, സീറ്റെല്ലാം പോകണവർക്ക്. കൊല്ലം മണ്ഡലത്തിൽ ഒരിക്കലും അവർ ജയിക്കുന്നില്ല. അങ്ങനെ അവർ തന്നെ പറഞ്ഞു, ഗുരുദാസൻ മത്സരിക്കുകയാണെങ്കിൽ സീറ്റ് കൊല്ലം തരാം. അങ്ങനെ ഞങ്ങൾ പാർട്ടിയിൽ ആലോചിച്ച് എനിക്ക് കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അനുവാദം കിട്ടി. മത്സരിച്ച് ഞാൻ ജയിച്ചു. എൻ്റെ വീട് പരൂരാണ്, പക്ഷേ കൊല്ലത്ത് ഞാൻ ജയിച്ചു. രണ്ടാമതൊരു പ്രാവശ്യം കൂടി മത്സരിച്ചു, രണ്ടാമത് ജയിച്ചു. അപ്പോൾ എനിക്ക് വയസ്സ് 80 ആയി. പിന്നെ മത്സരിക്കേണ്ടെന്ന് വെച്ചു.